എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? കാണാൻ പോകുന്ന പൂരം കണ്ടറിഞ്ഞാ മതിയല്ലോ. ഇന്ന് അവന്റെ കട്ട പുക. അങ്ങയുടെ തർക്കശാസ്ത്രത്തോട് ബഹുമാനത്തോടെ നമോവാകം. അങ്ങയുടെ തർക്കശാസ്ത്രത്തോട് ബഹുമാനത്തോടെ നമോവാകം. ഞാൻ അങ്ങയിലേക്ക് എത്താം. രാജു പി നായർ, എനിക്ക് ടി പി ചന്ദ്രശേഖരൻ കേസ് വിട്ടേക്കൂ, നിഖിൽ പൈലി വിട്ടേക്കൂ, രാഷ്ട്രീയം വിട്ടു. ഒറ്റ മിനിറ്റ് സേൽക്കും അങ്ങരുത് പ്ലീസ്. നീ ഒന്നും പണയണ്ട. അങ്ങരുത് പ്ലീസ്. അങ്ങ് ചിരിക്കരുത്. നമ്മൾ നിൽക്കുന്നത് ഒരു നീറുന്ന വിഷയത്തിന്റെ മുന്നിലാണ്. അഭിമാനം വേണം, അഭിമാനം. ഇത് അറിഞ്ഞപ്പോ തുടങ്ങിയ കൈത്തരപ്പായിരിക്കും. നമ്മൾ ഇരിക്കുന്നത് മെനിഞ്ഞാന്ന് മാത്രം കബറടക്കിയ ഒരു 10ാം ക്ലാസ്സുകാരന്റെ ഒരു കബറടത്തിന് മുന്നിലാണ്. അങ്ങ് ചിരിക്കരുത് പ്ലീസ്. അറിയാൻ പാടില്ലെങ്കിൽ പിന്നെ ഇടക്ക് കയറി എന്നാത്തിനാട് ഒപ്പും. അങ്ങ് ചിരിക്കരുത് പ്ലീസ്. വൈകാരികത ഉണ്ട്. എനിക്ക് വൈകാരികത ഉണ്ട് സാറേ. ഇവന്റെ ഒരു കാര്യം നീഞ്ഞു വന്നേ. ദൈവത്തെ ഓർത്ത് ചതിക്കരുത്. എനിക്ക് വൈകാരികത. ഒരു 10ാം ക്ലാസ്സുകാരന്റെ കബറുടെ മുന്നിൽ കണ്ടതാണ്. അവന്റെ അച്ഛൻ നായിട്ട് പോയതേ ഉള്ളൂ. അവന്റെ അമ്മ വീട്ടിൽ മോഹാലസ്യപ്പെട്ട് കിടക്കുകയാണ്. എനിക്ക് വൈകാരികത ഉണ്ട്. ശ്യാൽകുമാർ, ആകെ ചളമായി. ഇനിയിപ്പോ എന്തോ ചെയ്യും? ചക്ക കുഴയുന്ന പോലെ കുഴയും. കുറച്ച് സെൻസിറ്റീവ് ആവും ശ്യാൽകുമാർ. കുറച്ച് സെൻസിറ്റീവ് ആവ്. അല്പം ഒന്ന് സെൻസിറ്റീവ് ആവ്. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയി. എപ്പോഴും രാഷ്ട്രീയ തിമിരം ബാധിക്കല്ലേ. അല്പം ഒന്ന് സെൻസിറ്റീവ് ആവ്. കുമാർ, പാവപ്പെട്ട പിള്ളേരെ മുഴുവൻ പ്ലീസ്, ഒരു പൊതുപ്രവർത്തനം പരസ്യമായി അധിക്ഷേപിക്കരുത്. ഔചിത്യം ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ശ്യാൽകുമാർ, ഈ വിഷയത്തിൽ അങ്ങയുടെ കുബുദ്ധി നിർത്തൂ. അങ്ങയുടെ കുതന്ത്രങ്ങൾ നിർത്തൂ പ്ലീസ്. അങ്ങയുടെ കുതന്ത്രങ്ങൾ നിർത്തൂ. രാജു പി നായർ, ഇന്നത്തെ ദിവസം ആ സഭയിൽ ഉണ്ടാവേണ്ടത് ക്രിയേറ്റീവായ ക്രിയാത്മകമായ ചർച്ചയായിരുന്നു. പറയണ്ട. സമാധാനമായി. ശ്യാൽകുമാർ, അങ്ങ് ഈ മട്ടിലാണ് പറയുന്നതെങ്കിൽ, അങ്ങേക്ക് പരിഹാസമാണെങ്കിൽ അങ്ങനെ പറയരുത്. ദയവായി പറയരുത് പ്ലീസ്. നിഖിൽ പൈലി എന്തോ പൈലി. സാർ എന്നെ അപമാനിക്കരുത്. ഭരണത്തിന്റെ ഇടനാഴികളിൽ ഇന്ന് വരെ ആരും എന്നോട് ഇങ്ങനെ ഇടപെട്ടിട്ടില്ല. എന്തോ നിഖിൽ പൈലി. ശ്യാൽകുമാർ, ഇങ്ങനെ ഇൻസെൻസിറ്റീവ് ആവല്ലേ. അങ്ങ് ഇത്രയും ഇൻസെൻസിറ്റീവ് ആവല്ലേ. നമ്മൾ നിൽക്കുന്ന ഒരു വൈകാരിക വിഷയമാണ്. അതിന്റെ മുന്നിൽ അങ്ങ് ഇത്രയും ഇൻസെൻസിറ്റീവ് ആവല്ലേ സാർ പ്ലീസ്. ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അങ്ങോട്ട്. അങ്ങ് ഇത്രയും ഇൻസെൻസിറ്റീവ് ആവല്ലേ. തന്നൊരു അഭിപ്രായം ചോദിച്ചാൽ തനിക്ക് തോന്നുന്ന അഭിപ്രായമാണ് പറയുന്നത്. പിന്നെ തനിക്ക് തോന്നിയ അഭിപ്രായം ഞാൻ പറയണം. ഞാൻ അഭ്യർത്ഥിക്കട്ടെ, ഒന്ന് കേട്ടേ. അങ്ങോട്ട് കേട്ടേ. ധീരജിനെ കൊന്ന കൊലയാളികളുടെ കൂടെ ചിരിച്ചോണ്ട് നിൽക്കുന്ന നിങ്ങൾക്ക് വൈകാരികതയുണ്ടോ? ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് ധീരജിനെ കൊന്ന ശ്യാൽകുമാർ, ആ കല്യാണത്തിന് പോയ CPM-കാർക്ക് വൈകാരികതയുണ്ടോ? ആ വൈകാരികത നിഖിൽ പൈലി വന്ന കല്യാണത്തിന് പോയ CPM-കാർക്ക് വൈകാരികതയുണ്ടോ? നിങ്ങളുടെ CPM-കാർക്ക് ഇല്ലാത്ത വൈകാരികത എനിക്കെന്തിനാ? ആ കല്യാണത്തിന് പങ്കെടുത്ത CPM-കാർക്ക് ഇല്ലാത്ത വൈകാരികത എനിക്കെന്തിനാ? ശ്യാൽകുമാർ, അവിടെ നിൽക്ക്. കലിപ്പ് തീരുണ്ടോ ദൈവമേ. അവന്റെ മോതണ്ടല്ലേ ഈ എരുമയെ കൊണ്ട് ചവിട്ടിപ്പിക്കട്ടെ. എന്റെ ചോദ്യം, അനിൽകുമാർ പറഞ്ഞു എന്തും പറഞ്ഞോട്ടെ, ഞാനത് വിട്ടു. ഇപ്പോൾ എന്തായി? വള്ളർത്തി കിട്ടിയപ്പോ മതിയായില്ലേ? ആലോചിച്ച് നോക്ക്, ഒരു പാവപ്പെട്ട മനുഷ്യൻ, മകനെ നഷ്ടപ്പെട്ട മനുഷ്യൻ വന്നിരുന്ന് പറഞ്ഞതാണ് അയാളെ ആ കുറ്റവാളികളെ പരീക്ഷ. അതിന് രാഷ്ട്രീയ ലക്ഷ്യം എന്നാണ് ആക്ഷേപിക്കുന്നത്. ഈ ചെയ്യുന്നതൊക്കെ ന്യായമാണെന്ന് തോന്നുന്നുണ്ടോ? എന്തൊരു ഇൻസെൻസിറ്റീവ്നെസ് ആണിത്. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുക? സമാനരായ പ്രായത്തിലുള്ള കുട്ടികളുടെ അച്ഛനമ്മമാർ ഒരുപക്ഷെ ഈ ചർച്ചയിൽ കാണുന്നത് എങ്ങനെയാണ് ഈ രാഷ്ട്രീയ സംവിധാനം രാജു പി നായർ, അനിൽകുമാർ ഈ ചർച്ച വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ്. ഈ കഴിഞ്ഞ 9 വർഷം ഈ സർക്കാർ ചെയ്ത ക്രിയേറ്റീവ് നടപടി ഒന്നുപോലും പറയാനില്ലാത്തതുകൊണ്ടല്ലേ ശ്യാൽകുമാർ ഈ ചർച്ച വഴിതിരിച്ച് ഏതോ വഴിക്ക് നിഖിൽ പൈലി മറ്റേ പൈലി കൊണ്ടുവന്നു. രാഘവൻ പറഞ്ഞത് വാസ്തവം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നോക്കൂ, ഇന്ന് നിയമസഭയ്ക്കകത്തുണ്ടായതും ഇതേ ഡെനിയലാണ്. ഇവനൊക്കെ എന്ത് ചെയ്യുമെന്ന് നോക്കൂ, ഇവിടത്തെ കുട്ടികളുടെ മൊബൈൽ യൂസേജും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് ഒളിച്ചോടാൻ സാധിക്കും. ഉണ്ടെങ്കിൽ ഉണ്ട്.
അതിനെ അഡ്രസ് ചെയ്യേണ്ടത് ആരാ? ഇതേതാണ്ട് എലിക്കണിയിൽ സൂനവെട്ടതുപോലെ. ഈ പ്രശ്നത്തെ അഡ്രസ് ചെയ്യേണ്ട രീതിയിൽ അവയർനെസ് നടത്തുകയും എല്ലാം നടത്തുക ഞാൻ നിഷേധിക്കുന്നില്ല. ഇതൊരു നടത്തു പോണ മാതിരില്ല. ഇന്ന് വാട്സാപ്പുകളിലേക്ക് വരുന്ന നമ്മൾക്ക് പണ്ട് കണ്ടാൽ ചോര മരവിച്ചു പോകുന്ന രീതിയിലുള്ള ക്രൂരതയുള്ള വീഡിയോകൾ ഇന്ന് കുട്ടികളും വലിയവരും ഇരുന്ന് ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഈ പണ്ടാരം പിടിച്ച നാട്ടിൽ ഇനി ഞാനില്ല. എന്തത് കൊള്ളക്കാര നാട്? അതിനൊന്നും ആരും തള്ളിക്കളയുന്നില്ല. പക്ഷെ അത്തരത്തിലുള്ള ഒരു സമൂഹത്തിൽ അതിനെതിരെ ബോധവൽക്കരണം നടത്തേണ്ടതും കുട്ടികൾക്ക് അതിനകത്ത് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടതും സർക്കാരിന്റെ ചുമതലയല്ലേ? ഞാനിവിടെ കിടന്ന് തീ തിന്ന കുറച്ചുകൂടെ തീ തിന്നുക, എന്നിട്ട് അതിന്റെ കൂടെ കുറച്ച് മണ്ണോടെ കഴിച്ചോളൂ, ഒന്ന് ആളി പടരട്ടെ. ആ സർക്കാരിന്റെ ചുമതല ചെയ്യാതെ ഇവിടെ വന്ന് ഈ മാതാപിതാക്കളെയും കുട്ടികളുടെ മീഡിയനും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? നോക്കൂ, ഇന്നത്തെ നിയമസഭയിൽ സംസാരിച്ചെന്താ, എന്ത് പ്രോ ആക്റ്റീവ് ആയിട്ടുള്ള എന്ത് നടപടികൾ ഉണ്ടായിട്ടുണ്ട്? മുഖ്യമന്ത്രി പറയുന്നത് മുഴുവൻ ആദ്യം തന്നെ അദ്ദേഹത്തിന് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചത് പ്രകോപിതനായി. അനിൽകുമാറിന്റെ ഒരേ സ്കൂളാണല്ലോ, എങ്ങനെയാണ് ചർച്ച തിരിച്ചുവിടാൻ പറ്റുന്നത് എന്ന് നോക്കിയതായിരിക്കാം. മര്യാദയ്ക്ക് സംസാരിക്കണം. അങ്ങനെ പ്രകോപിതനായി പറഞ്ഞു. എന്ത് കേസുകളുടെ എണ്ണം പറയുന്നതിനപ്പുറം എന്ത് നടപടിയുണ്ട്? ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഇതൊന്നും ഏക്കൂല. ഒരു സംസ്ഥാനത്ത് ഇതിനെ പ്രതിരോധിക്കണമെങ്കിൽ അത് ചെയ്യേണ്ടത് ആ ഇരകൾക്ക് എത്തുന്ന സപ്ലൈ ചെയിൻ കട്ട് ചെയ്യലാണ്. ഞങ്ങൾക്ക് യൂണിയനുള്ളത് അറിയാമോ? ആ സപ്ലൈ ചെയിനിലേക്ക് എത്തുന്ന ഒരു നടപടി പോലും ഉണ്ടായിട്ടില്ല. എന്ത് സമീപ കാലഘട്ടത്തിൽ എല്ലാം തീരുമാനിക്കും. ഇതിനുള്ള മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ എവിടെയാണ് പോലീസിന്റെ സാന്നിധ്യം? ഞാൻ എന്റെ വ്യക്തിപരമായ നിലയ്ക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രസ്ഥാനം യൂത്ത് കോൺഗ്രസും ഉൾപ്പെടെ ഇതിന്റെ പ്രചരണ പരിപാടികളായിട്ട് ഇറങ്ങുകയാണ്. സന്തോഷായി, നല്ല സന്തോഷം. മുഴുവൻ ആൾക്കാരും ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ പോലീസ് സംവിധാനം ചെയ്യേണ്ട പണി ചെയ്യണ്ടേ? താനൊക്കെ പിന്നെ എന്തിനാടോ ഇങ്ങനെ ആണാന്നും പറഞ്ഞ് നടക്കുന്നേ? എക്സൈസ് സംവിധാനം ചെയ്യേണ്ട പണി ചെയ്യണ്ടേ? അതിനിടയ്ക്ക് ഹാഷ്മി ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടോർത്ത്, അനിൽകുമാർ അതിനേക്കാൾ വലിയ ഒരു പ്രത്യാഘാതം ഉണ്ടാക്കുന്ന വളരെ ഉത്തരവാദിത്തമില്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് ഇതിനിടയ്ക്ക് നടത്തി. മറന്നുപോകരുത്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. ഇവര് കാണിക്കുന്ന ഇതിനകത്തുള്ള കമ്മിറ്റ്മെന്റ് എന്താണ് എന്ന് പറയണ്ടേ? നമ്മുടെ ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരാള് അതിനകത്ത് ഇട്ടിരിക്കുകയാണ്, അവർ പരീക്ഷ എഴുതിക്കോട്ടെ, പാസ്സാവുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഇവന്മാർ അവരെ പരീക്ഷ എഴുതാതെ റാങ്ക് കൊടുക്കും. പറഞ്ഞത് കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. സാധാരണ ജനങ്ങൾക്ക് ഈ സർക്കാരിലുള്ള വിശ്വാസം അതാണ്. ഈ സർക്കാരിനെ മുഴുവനായിട്ട് ജനങ്ങൾ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞാൽ ഞങ്ങളോട് വേണ്ടായിരുന്നു മല്ലയ്യ. കാരണം ഇവരുടെ കാലത്ത് ഇവർ കാണിച്ചു കൂട്ട തെമ്മാടിത്തരങ്ങളാണ്. എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണം. വെറുതെ എടുത്തു ചാടരുത്. എന്താ ഇപ്പൊ എടുത്തു ചാടിയാല് കുണ്ടി കുത്തി വീഴും. TP വധക്കേസിലെ പ്രതിയുടെ സുഹൃത്താണ് ഈ പയ്യന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ എന്തിനാ നിങ്ങൾക്ക് പൊള്ളുന്നത്? അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? ശരി, ആദ്യം വ്യക്തി നന്നാവണം, എങ്കിലേ കുടുംബം നന്നാവൂ. കുടുംബം നന്നായ സമൂഹം നന്നാവൂ. സമൂഹം നന്നായ രാജ്യം നന്നായി. രാജ്യം നന്നായ ലോകം നന്നാവും. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. അമർത്തിയോ? അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.